എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. കോഗ്നിറ്റീവ് ഡിസോർഷൻ അഥവാ ചിന്താവൈരുദ്ധ്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. പലപ്പോഴും വിഷാദരോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ വിഷാദരോഗം തുടങ്ങാനും അത് നിലനിന്ന് പോകാനുമായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചിന്താവൈരുദ്ധ്യങ്ങളാണ്, അഥവാ കോഗ്നിറ്റീവ് ഡിസോർഷൻസ് ആണ്. ചിന്താവൈരുദ്ധ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വ്യത്യസ്ത തരത്തിലുള്ള ചിന്താ തെറ്റിദ്ധാരണകളാണ്, നമ്മളെ ചിന്തിക്കുന്നതിലുള്ള അപാകതകളാണ്. അതായത് നമ്മൾ ഒരു സാധാരണ ഡിപ്രഷൻ ഇല്ലാത്ത ഒരാൾ, നോർമലായിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്ന രീതിയും ഡിപ്രഷനുള്ള ഒരാൾ ചിന്തിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. ഡിപ്രഷനുള്ള ആൾ പൊതുവെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നത് മൂലം അദ്ദേഹത്തിന് കൂടുതൽ ഡൗൺ ആയിട്ട് ഫീൽ ആവുകയും കൂടുതൽ വിഷമം ഫീൽ ചെയ്യുകയും കൂടുതൽ പ്രത്യാശയില്ലാത്ത അവസ്ഥ ഫീൽ ആവുകയും കൂടുതൽ സന്തോഷം തോന്നാത്ത അവസ്ഥ ഫീൽ ആവുകയും അങ്ങനെ ഡിപ്രഷൻ കൂടി നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകളിലുള്ള തെറ്റിദ്ധാരണകൾ, ഈ അപാകതകൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ കുറയ്ക്കാനും അതിനെ മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഡിപ്രഷനുള്ള തെറാപ്പിയിലെ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് കോഗ്നിഷൻസ്, അഥവാ ചിന്തകളെ മാറ്റുന്ന രീതി എന്ന് പറയുന്നത്. ചിന്തകളെ മാറ്റുമ്പോൾ ചിന്തകൾക്ക് ശേഷം വരുന്ന നമ്മളുടെ മൂഡും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും തന്നെ മാറും. അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തികൾ മാറ്റുമ്പോഴും നമ്മളുടെ ചിന്തകൾ മാറുകയും നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ ചിന്താഗതികളും നമ്മൾ കാര്യങ്ങൾ എടുക്കുന്ന രീതികളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളും മാറുകയും ചെയ്യും. അങ്ങനെ കോഗ്നിഷനും ബിഹേവിയറും, അതായത് ചിന്തകളും പ്രവൃത്തികളും തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇതിലൂടെ തന്നെ ഈ ചിന്തകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും മാറ്റുന്നതിലൂടെ നമ്മളുടെ ഈ മനസ്സിലുള്ള ഈ പ്രശ്നങ്ങളെയും ആ വിഷാദരോഗത്തെയും മറ്റു പല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോഗ്നിറ്റീവ് ഡിസോർഷൻസ് ആദ്യത്തെ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം 10 കോഗ്നിറ്റീവ് ഡിസോർഷനാണുള്ളത്. ഇന്ന് നമ്മൾ 5 മുതൽ 10 വരെയുള്ള കോഗ്നിറ്റീവ് ഡിസോർഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 5ാമത്തെ കോഗ്നിറ്റീവ് ഡിസോർഷനാണ് ജമ്പിങ് ടു കൺക്ലൂഷൻസ്. ഇവിടെ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള പരിണാമത്തിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷനിലോട്ട് നമ്മൾ സംഭവിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യമോ വസ്തുതകളോ ഒന്നും ചെക്ക് ചെയ്യാതെ എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കാര്യം സംഭവിച്ചതിൻ്റെ എവിഡൻസോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകളൊന്നും ചെക്ക് ചെയ്യുന്നില്ല, നേരിട്ടൊരു നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഈ കോഗ്നിറ്റീവ് ഡിസോർഷനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് മൈൻഡ് റീഡിങ് അഥവാ മനം വായന, ആൻഡ് രണ്ടാമത്തെയാണ് ദ ഫോർച്യൂൺ ടെല്ലർ എറർ, അതായത് ഭാവി പ്രവചിക്കുന്നതിലെ അബദ്ധം അല്ലെങ്കിൽ തെറ്റ്. ഇനി ഇതിലൊന്നാമത്തെ മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ദിവസം റോഡിലൂടെ നടന്നു പോവുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ നിങ്ങളുടെ കൂട്ടുകാരൻ വരുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ കൂട്ടുകാരനെ നോക്കി ചിരിച്ചു, മൈൻഡ് ചെയ്തു. പക്ഷേ കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുകയാണ്, അവൻ എന്നെ റെസ്പോണ്ട് ചെയ്യാത്തത്, എന്നെ ഇഗ്നോർ ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അവന് എന്നെ ഇഷ്ടമില്ല, അവൻ എന്നെ വെറുതെ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ അവൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് മൈൻഡ് ചെയ്യാഞ്ഞത്, തിരിച്ച് നിങ്ങളെ വിഷ് ചെയ്യാഞ്ഞതിനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ എന്തോ ഒരു പ്രധാന കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കായിരുന്നു. അവൻ ചുറ്റുപാടുള്ളതിലൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെയും കണ്ടതില്ല. പക്ഷെ നിങ്ങൾ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് കൺക്ലൂഷനിലൂടെ എടുത്തു ചാടി, അവൻ എന്നെ ഇഷ്ടമില്ല, അവൻ എന്നെ വെറുത്ത് തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് അവനെ മൈൻഡ് ചെയ്യാഞ്ഞത്. ഇതുപോലെ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചിന്തിക്കുക, ഇതിനുള്ള കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഈ കോഗ്നിറ്റീവ് ചിന്താവൈരുദ്ധ്യമാണ്. ഇനി ഇതിനുള്ള വേറൊരു ഉദാഹരണമാണ്, നിങ്ങളുടെ ഭാര്യ ജോലി കഴിഞ്ഞിട്ടൊരു ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്താം. അന്ന് ഭാര്യ നിങ്ങളോട് തീരെ സംസാരിക്കുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നിങ്ങൾക്ക് കുറച്ച് വിഷമമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാര്യ എൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമാകെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എന്താണ് സംഭവിച്ചത്, ഞാൻ എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആകെ വിഷമിച്ച് പോകുന്നു. അതിനുശേഷം അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച കാരണം നിങ്ങൾ ഡൗൺ ആയിട്ട് ഫീൽ ആകുന്നു. നിങ്ങൾ ഭാര്യയിൽ നിന്നും ഒരു പക്ഷേ വിഡ്രോവൽ ചെയ്യും, അതായത് അവിടെ നിന്ന് മാറിയിരിക്കാനോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കാനോ തയ്യാറാവും. അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഈ ഇത്ര നേരം നിങ്ങൾ വിഷമിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ദേഷ്യം നിങ്ങൾ അവിടെ പ്രകടിപ്പിക്കാനും കൂടുതൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് അത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകാനും കാരണമാവും.
അപ്പം നിങ്ങളിവിടെ കണ്ടല്ലോ, അതായത് നമ്മൾ പല കാര്യങ്ങളിലോട്ടും ആ തെറ്റായിട്ടുള്ള ധാരണകളിലേക്ക് നമ്മളങ്ങ് എടുത്തു ചാടി എത്തിച്ചേരുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ മൂഡ് വീണ്ടും ആ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഡൗൺ ആയി പോവുക ചെയ്യുന്നത്. ഇങ്ങനത്തെ ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ മറ്റൊരാളുടെ അടുത്ത് അത് ഡിസ്കസ് ചെയ്ത് അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങൾ തന്നെ പിന്നോട്ടടിക്കുന്ന ഇത്തരത്തിലുള്ള ബിഹേവിയർ കാരണം ഒരു പ്രശ്നമില്ലാത്ത റിലേഷൻഷിപ്പിലും പലപ്പോഴും നിങ്ങളുടെ ഇങ്ങനത്തെ ചിന്താഗതികൾ കാരണം അത് പ്രശ്നപൂരിതമായി തീരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഇതിലെ രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്, അതായത് ജമ്പിങ് ടു കൺക്ലൂഷനിലെ രണ്ടാമത്തെ തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ദ ഫോർച്യൂൺ ടെല്ലർ എറർ. അതെ, അതായത് എല്ലാ കാര്യത്തിനെയും കുറിച്ചിട്ട് ദുരന്തം മുൻകൂട്ടി പറയുന്ന നിങ്ങളുടെ മാന്ത്രിക വടി എന്ന് നമുക്കിതിനെ പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളവിടെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോവുക, അത് ദുരന്താണെന്ന് ചിന്തിക്കുക ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ചെക്ക് ചെയ്യാതെ അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ആ റിയലിസ്റ്റിക് അല്ലാത്ത ആ ദുരന്തം നിങ്ങൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അത് സംഭവിക്കാൻ പോകണു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇതിൽ ഒരു കുട്ടിക്ക് ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആങ്സൈറ്റി അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് ചിന്തിക്കുകയാണ്, ഞാനൊന്നല്ലെങ്കിൽ പ്രാന്തായി പോവും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണ് പോവും എന്നൊക്കെ ചിന്തിക്കുക. എന്നിട്ട് ആ കുട്ടി ചിന്തിച്ചിട്ട് ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയിൽ വിശ്വസിച്ചിട്ട് ആ കുട്ടി ക്ലേശത്തിൽ അനുഭവപ്പെടുക ചെയ്യുന്നത്. അത് ആ കുട്ടിയുടെ മൂഡ് ഡൗൺ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പാനിക് അറ്റാക്കോ ആങ്സൈറ്റി അറ്റാക്കോ ഉണ്ടാകുന്ന സമയത്ത് ബോധം കെട്ട് വീണിട്ടുമില്ല, പ്രാന്തായി പോയിട്ടുമില്ല. പക്ഷേ ആ കുട്ടി അങ്ങനെ ചിന്തിക്കുന്നത് മൂലം ആ ചിന്ത കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുട്ടി നെഗറ്റീവായിട്ട് മൂഡ് ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് കാണാൻ വന്ന ഒരു ഡോക്ടറുടെ കാര്യം ഞാൻ പറയാം. ഈ ഡോക്ടർ ചിന്തിക്കുന്നത് എങ്ങനെയാണെങ്കിൽ, ഞാൻ എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ട് വിഷാദമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ. എൻ്റെ ഈ ദുരന്തം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് കംപ്ലീറ്റ്ലി ഉറപ്പാണ് ഒരു ട്രീറ്റ്മെൻറ്റും വർക്കാവാൻ പോകുന്നില്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും തോൽവിയാവാനേ പോകുന്നുള്ളൂ. ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് പ്രഡിക്ഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ രോഗത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന കാര്യം അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യാശ കണ്ടെത്താൻ സാധിക്കാതെ അദ്ദേഹം ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു പ്രത്യാശയില്ലാത്ത കണ്ടീഷനിൽ തുടരുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് രണ്ടിനെയും, അതായത് ജമ്പിങ് ടു കൺക്ലൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ മൈൻഡ് റീഡിങ്ങും രണ്ടാമത്തെ ഫോർച്യൂൺ ടെല്ലിംഗ് എറർ, ഇതിന് രണ്ടിനും കൂടി ചേർത്തൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളൊരു ദിവസം ഒരു കൂട്ടുകാരനെ ഫോൺ വിളിക്കുക. കൂട്ടുകാരനെ നിങ്ങൾ ഫോൺ വിളിച്ചതിന് ശേഷം കൂട്ടുകാരൻ ആ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾ ഫോൺ എടുക്കാണ്ടായപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, കൂട്ടുകാരൻ എൻ്റെ ഫോൺ എടുത്തില്ല, എന്നെ തിരിച്ച് വിളിച്ചില്ല, കൂട്ടുകാരൻ എന്നെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അവന് പണ്ടത്തെ ഇഷ്ടം എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ സംഭവിക്കുന്നതാണ് മൈൻഡ് റീഡിങ്. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങൾ അവനെ വിളിക്കണമെന്നുള്ള രീതിയിൽ ചിന്ത മനസ്സിൽ വരാം. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിൽ പറയുകയാണ്, എന്തിനാ അത്, ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ഒരു ക്ലിഞ്ചി ആയിട്ടുള്ള എല്ലാം വെച്ചാൽ ലോലനായിരിക്കും എന്ന് അവൻ കരുതും. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കടിച്ചു തൂങ്ങേണ്ട ആവശ്യകതയില്ല, ഞാൻ അവൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യകതയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വളരെ കേവലനാണ് അല്ലെങ്കിൽ ലോലനാണ് എന്ന് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത കാരണം നിങ്ങൾ അവനെ വീണ്ടും വിളിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ അവനായിട്ടുള്ള ബന്ധം കഷ്ടപ്പാടിലോട്ടും അതുപോലെ തന്നെ അവിടെ കണക്റ്റ് ചെയ്യാത്ത കാരണം മൂലം നിങ്ങൾ ദുഃഖിച്ചും മുന്നോട്ട് പോവുക. കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം, 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു കല്യാണ അവസരത്തിൽ, വേറൊരു കൂട്ടുകാരൻ്റെ കല്യാണ അവസരത്തിൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുക. അപ്പം നിങ്ങൾ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എടാ ഞാൻ നിന്നെ വിളിച്ചിരുന്നല്ലോ, നീ ഒന്നും എടുത്തില്ല. അപ്പോൾ അവൻ അവിടെ സംസാരിക്കുന്നത് എങ്ങനെയാണ്, നിൻ്റെ കോളൊന്നും എനിക്ക് വന്നില്ലല്ലോ, ഞാനങ്ങനെ കോളൊന്നും കണ്ടില്ലല്ലോ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പറ്റിയ അമളി. കാരണം നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാണ് കാട് കയറിയത്. ആദ്യം നിങ്ങൾ ചിന്തിച്ചു അവന് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരിക്കില്ല, രണ്ടാമത്തെ കോൾ വിളിക്കാമെന്നുള്ള ചിന്ത മനസ്സിൽ എപ്പോഴോ വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചു അവൻ എന്നെ വെറും ലോലനായിട്ട് അല്ലെങ്കിൽ ക്ലിഞ്ചി ആയിട്ട് കാണും എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾ രണ്ടാമതും കോൾ വിളിക്കാൻ തയ്യാറായില്ല. ഇതിവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ കാര്യത്തിലോട്ട് ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്ന ചിന്താവൈരുദ്ധ്യം നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ച് പിന്നോട്ടടിക്കുക ചെയ്തേ, നമ്മളെ ദുഃഖത്തിലാഴ്ത്തുക ചെയ്തേ. നമ്മുടെ ഡിപ്രഷൻ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് കണക്റ്റ് ആവാൻ സാധിക്കാത്ത കാരണം കണ്ടിന്യൂ ചെയ്യാൻ കാരണമാവുകയാണ് ചെയ്തത്. സോ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യം കടന്നുകൂടുന്നുണ്ടായിരിക്കും. അതിനെ തിരിച്ചറിയേണ്ടത്, ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥയെ മാറ്റിയെടുക്കാൻ അവയെ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഏഴാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഇമോഷണൽ റീസണിങ്.
അതായത് നമ്മളുടെ വികാരങ്ങൾ കൊണ്ട് കാരണങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ കാരണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്താവൈരുദ്ധ്യം. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ നിങ്ങൾ സത്യത്തിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക ചെയ്യുന്നത്. ഇതിനൊരു ഉദാഹരണമാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിൽ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ മണ്ടനാണെന്ന് തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ മണ്ടനാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇത് വലിയൊരു മണ്ടത്തരമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സിന് കാരണഹേതുവാണെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെയാണ്. ഈ നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളെന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധാരണകളുള്ളതായി കഴിഞ്ഞാലോ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫീലിങ്സിന്, നിങ്ങളുടെ ഇമോഷൻസിന് എന്ത് വാലിഡിറ്റിയാണ് ഉണ്ടാവുക? അപ്പോൾ ആ ഇമോഷൻസിനെ മാത്രം റിലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക? ഇനി പലപ്പോഴും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ചെറിയ പല കാര്യങ്ങൾക്കും വേണ്ടി കുറ്റബോധം തോന്നുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ കുറ്റബോധം തോന്നുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കാം, ഞാൻ എന്തെങ്കിലും ഭീകരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ശരിയാണോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്ക്. ഇനി പലപ്പോഴും നിങ്ങൾക്ക് ഡിപ്രഷൻ അനുഭവിക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഭാരമേറിയതും അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ ചിന്തിച്ച് വിശ്വസിക്കാൻ തുടങ്ങുകയാണ്, എൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും സോൾവ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ശരിക്കും അങ്ങനെയാണോ? എനിക്ക് സ്വയം വില കൽപ്പിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊരു വിലയുമില്ലാത്ത കേവലനായിട്ടുള്ള മനുഷ്യനാണോ? എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബെഡിൽ കിടന്നുറങ്ങുകയാണോ ചെയ്യണ്ടേ? സോ ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിനായിട്ട് അവസാനം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടൊരു മൂഡ് തോന്നുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്ന പല സമയത്തും നിങ്ങൾ ബെഡിൽ ഒതുങ്ങിക്കൂടി കിടന്നിട്ടുണ്ടായിരിക്കും. കാരണം അത്തരത്തിലുള്ള ചിന്ത നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകാത്ത അവസ്ഥയിൽ ആക്കി തീർത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടേ? പലപ്പോഴും ഡിപ്രഷനിൽ നിന്നും മാറ്റം കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അതിന് എഗനിസ്റ്റായിട്ട് ആക്ട് ചെയ്യാണ് വേണ്ടത്. ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് മൂടില്ല എന്നുള്ള ചിന്ത എന്ന് പറയുന്നത് ചിന്താ തെറ്റിദ്ധാരണയാണ്, ചിന്താവൈരുദ്ധ്യമാണ്. അതിനെ മനസ്സിലാക്കിയിട്ട് അത് ചിന്തയിലുള്ള പ്രശ്നമാണ്, യഥാർത്ഥത്തിൽ എനിക്ക് ശാരീരികപരമായിട്ടൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഡിപ്രഷനുള്ള കാരണം അത്തരത്തിലുള്ള ചിന്തകൾ നിലനിൽക്കുന്നതാ എന്നുള്ള ധാരണയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എണീറ്റ് പോവുകയാണ് വേണ്ടത്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ബിഹേവിയർ കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ മാറുകയും ചിന്തകൾ മാറുന്നതിന് തൽഫലമായിട്ട് നിങ്ങളുടെ ഇമോഷൻ മാറുകയും അങ്ങനെ നിങ്ങൾ ഹാപ്പിയർ ആവുകയും ചെയ്യുന്നത്. ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏറ്റവും എവിഡൻസ് ബേസ്ഡ് ഉള്ള ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ എന്ന് പറയും. ആ ബിഹേവിയറൽ ആക്ടിവേഷൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഹേവിയറൽ ആക്ടിവേഷനെയും ഡിപ്രഷനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചാനലിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷണൽ റീസണിങ് എന്ന് പറയുന്ന ഈ ചിന്താവൈരുദ്ധ്യം ഡിപ്രഷനുള്ള ഏറ്റവും വലിയൊരു കാരണഹേതുവാണ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ അവ സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവയെ ചലഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാതെ തുടരുമ്പോൾ നിങ്ങൾ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെ പറയുന്നൊരു ഡയലോഗായിരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ. ഈ ഇമോഷണൽ റീസണിങ്ങിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇമോഷണൽ റീസണിങ് എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിക്കാനായിട്ട് പുസ്തകം എടുത്തിരിക്കുക, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഇത്രയും വലിയ സംഭവമാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല. അവിടെ പുസ്തകം കുറേ നേരം അങ്ങനെ ഇരുന്ന് ചിന്തിക്കും. അതിനുശേഷം പതുക്കെ പുസ്തകം ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തേക്ക് നിങ്ങൾ മാറിപ്പോവുക ചെയ്യാം, അല്ലേ? അപ്പോൾ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? അങ്ങനത്തെ പുസ്തകത്തിനെ കുറിച്ച് പ്രൊക്രാസ്റ്റിനേഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന ആ ഭാഗം അത് ചെയ്യാനായിട്ടുള്ള ആദ്യ പടി വയ്ക്കുക. 2 പേജാണെങ്കിൽ 2 പേജ് വായിക്കുക. വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അത്. ആ 2 പേജ് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസും നൽകുന്നതായിരിക്കും. ഇതിൻ്റെ മറ്റൊരു സാഹചര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഡെസ്കോ മറ്റു കാര്യങ്ങളൊക്കെ അൺക്ലീൻ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടന്നിട്ട് ക്ലട്ടേഡ് ആയിട്ടൊരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ദിവസം ചിന്ത മനസ്സിലേക്ക് വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഇത്രയും സംഭവമുണ്ട്, ഇതെങ്ങനെ ക്ലീൻ ആവാനാണ്, ഇതിപ്പോൾ സാധിക്കുന്ന കാര്യമല്ല എന്ന് വെച്ചിട്ട് നിങ്ങളത് നീക്കി വയ്ക്കും. അതിനുശേഷം കുറേ നാളിങ്ങനെ നീക്കി വെച്ച് സഹികെട്ട് ഒരു 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ജസ്റ്റ് 2
സ്റ്റെപ്പ് എടുത്ത് വെക്കും. ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് 2 കാര്യം ക്ലീൻ ചെയ്യുമ്പോഴേക്കും ആ ചെയ്ത കാര്യത്തിൽ നിന്നും കോൺഫിഡൻസ് കിട്ടിയിട്ട് അതിൽ നിന്നും മോട്ടിവേഷൻ കിട്ടിയിട്ട് നിങ്ങൾ മൊത്തം ക്ലീൻ ചെയ്യും. അതിനുശേഷം പലപ്പോഴും നിങ്ങളിരുന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇത് ഇത്രയേ ഉള്ളൂ ഈ കാര്യം, ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നതായിരുന്നുള്ളൂ, ഞാൻ എത്രയോ നാളോ ഇത്തരത്തിലുള്ള ചിന്താഗതി കാരണം ഇത് മാറ്റിവെച്ച് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ആ ഇമോഷണൽ റീസണിങ് കാരണം നിങ്ങൾ ആ മണ്ടത്തരത്തിലേക്ക് വീണ് പോകായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല, ഇപ്പം എനിക്ക് അതിനുള്ള എനർജി ഇല്ല, കുറേയുണ്ട് എന്നുള്ള ആ ഇമോഷണൽ റീസണിങ് കാരണം കാര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങളത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോകായിരുന്നു. ഇനി 8ാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഷുഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതെ, ഷുഡ്, മസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് വെച്ചിട്ടുള്ള ആ വാചകങ്ങൾ, അത്തരത്തിലുള്ള നമ്മളുടെ ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള ഷുഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം അങ്ങനെ ഈയിടെ കാണാൻ വന്നൊരു പേഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ പേഷ്യൻറ്റിനെ കാണാനായിട്ട് ഞാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണാനായിട്ട് കറക്റ്റ് സമയത്ത് വന്നിട്ട് ആ പേഷ്യൻ്റ് ഇരുന്നു. വെരി ഗുഡ് ഓഫ് ഹർ. പക്ഷേ അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാർഡ് റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എനിക്ക് റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റൗണ്ട്സിൽ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. റൗണ്ട്സിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറഞ്ഞത് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം അതിൽ സ്പെൻഡ് ആവും. അപ്പോൾ ഈ പേഷ്യൻറ്റ്, എന്നെ കാണാൻ വന്നിരുന്ന ഈ പേഷ്യൻറ്റിന് അവിടെ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ പോയ ചിന്ത എന്ന് പറയുന്നത്, ഈ ഡോക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം സെൽഫ് സെൻറ്റേഡ്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തൊരു ഡോക്ടറായിരുന്നു. ഒരു കാര്യത്തിന് സമയത്തിന് ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിന് വരണ്ടേ? അങ്ങനെ കറക്റ്റ് സമയത്തിന് വന്നാലാണ് നല്ല വിലയുള്ള, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നൊരു ഡോക്ടറാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇരുന്ന കാരണം ആ പേഷ്യൻ്റ് സ്വയം തന്നെ ക്രൂശിക്കുകയായിരുന്നു, സ്വയം തന്നെ ദുഃഖത്തിലാഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പേഷ്യൻറ്റിനെ ഞാൻ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് ഇത് അവരുടെ മനസ്സിലുള്ള ചിന്താഗതിയാണ്, അതങ്ങനെ തന്നെ നടക്കണം, അതിങ്ങനെ തന്നെ നടക്കണം എന്നുള്ള ചിന്തകൾ കൊണ്ട് പലപ്പോഴും നമ്മളെ തന്നെയാണ് ക്രൂശിക്കുന്നത്. കാരണം നമുക്ക് അവരങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം പഠിക്കാൻ സാധിക്കില്ല. പലർക്കും പല എമർജൻസി ഉണ്ടായിരിക്കും, പലർക്കും പല കാരണങ്ങളുണ്ടായിരിക്കും. ആ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ആ സമയത്ത് അങ്ങനെ പെരുമാറേണ്ടതായിട്ട് വന്നത്. സോ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി അതിനെ ആ ലാഘവത്തോടു കൂടി എടുത്താൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഷുഡിനെയും മറ്റും മാറ്റിയെടുക്കാൻ സാധിക്കുക. പലപ്പോഴും ഷുഡ് നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് അവസ്ഥയെയും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി 9ാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ലേബലിംഗ് ആൻഡ് മിസ്ലേബലിംഗ്. അതെ, നമ്മൾ ഒരു പേര് ചേർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ലേബൽ ചെയ്ത് കൊടുക്കുക. നീ മണ്ടന, ഞാൻ തോൽവിയ, ഞാൻ അതിഗംഭീരമായിട്ടുള്ള പരാജയ, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളെയും പല ആൾക്കാരെയും ലേബൽ ചെയ്യാറുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്. ഇത് ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു ഓവർ ജനറലൈസേഷനാണ്. അതായത് ഒരു അവസ്ഥയിൽ ഒരു സമയത്ത് ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചതുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ സംഭവിച്ച കാര്യമായി തീരുന്നില്ല. അതായത് ഒരു പ്രാവശ്യം ഒരാൾ തോറ്റതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു തോൽവി ആവാനായിട്ട് പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ്റെ പിന്നിലുള്ള ആ ഫിലോസഫി എന്ന് പറയുന്നത് ഒരാൾ കാണിക്കുന്ന അബ്ദങ്ങളെ വെച്ച് അയാളെ അളക്കുക എന്ന് പറയുന്നതാണ്. അതായത് ഒരാളെന്ന് പറയുന്നത് അദ്ദേഹം കാണിക്കുന്ന അബ്ദങ്ങളാണ്. സോ അത്തരത്തിലുള്ള രീതി ശരിയാണോ? ഇനി ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ താഴോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് തോൽവിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നേ? എനിക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു തോൽവിയായി മാറോ സ്റ്റോക്ക് കുറച്ച് താഴേക്ക് പോയാൽ? അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കൺട്രോളിലുള്ള കാര്യമാണോ? ഇത്തരത്തിൽ നമ്മൾ ലേബൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഇത് വളരെ ഇറേഷണലാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നൊരു കാര്യത്തെ വെച്ച് നിങ്ങളെ തുല്യതപ്പെടുത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് നിങ്ങളൊരു ഈറ്ററാണോ? നിങ്ങളൊരു ഭക്ഷണകാരിയാണോ? നിങ്ങൾ കുറച്ച് ശ്വസിക്കുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് നിങ്ങൾ ശ്വാസകനാണോ? അല്ല. മനസ്സിലാക്കുക, നിങ്ങളെന്ന് പറയുന്നത് ഒരു അരുവിയാണ്, അല്ലാതെ ഒരു സ്റ്റാച്ചുവോ അതായത് ഒരു പ്രതിമയോ സംഭവം ഒന്നല്ല ലേബൽ ചെയ്യാനായിട്ട്. ഇത് ഇദ്ദേഹം, ഇത് ഈ ലേബൽ, അത് ആ ലേബലെന്ന് വെക്കാനായിട്ട് അങ്ങനത്തെ ഒരു സംഭവമല്ല. നിങ്ങൾ യുവർ റിവർ, അത് ഫ്രീഡത്തോട് കൂടിയിട്ട് പല സന്ദർഭങ്ങളിലും പല രീതിയിൽ തോൽക്കുകയും ജയിക്കുകയും ഒക്കെയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വ്യത്യസ്തതകളുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ലേബൽ ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സിലൊരു നീരസവും ദേഷ്യവും ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇനി മിസ്ലേബലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് മിസ്ലേബൽ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഇമോഷണലി ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇമോഷണൽ റീസണിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ഇനാക്യുറേറ്റോ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണകൾക്ക് ആസ്പദമായിട്ടുള്ളതും ആവാനുള്ള സാധ്യതയുണ്ട്.
ഇനി ഈ മിസ്ലാബിനിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഡയറ്റിങ്ങിലായിരുന്നു. ആ ഡയറ്റിങ്ങിലായിരുന്ന സ്ത്രീ ഒരു ദിവസം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കാൻ ഇടവരെ ചെയ്യുന്നത്. അതിനുശേഷം ആ സ്ത്രീ സ്വയം ചിന്തിക്കുക, എന്ത് ദയനീയാണ് എൻ്റെ അവസ്ഥ, എന്ത് ദുരന്തമാണ്, ഞാനൊരു പന്നിക്കുട്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ അതിനുശേഷം അവൾ വളരെ അസ്വസ്ഥയാക്കിയതിന് ശേഷം അവൾ ആ മേടിച്ചിരുന്ന ക്വാർട്ടർ പാക്കറ്റ് മൊത്തം ഐസ്ക്രീം ഒറ്റയടിക്കിരുന്ന് തീർക്കുകയാണ് ചെയ്തത്. ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ സ്ട്രെസ് സെറ്റിങ് കാരണം ആ ഐസ്ക്രീം പാക്കറ്റ് മൊത്തം തീർക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങളോടൊന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക് ഇത്തരത്തിലുള്ള നമ്മളുടെ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ആ ചിന്താ വൈരുദ്ധ്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് ദോഷമായിട്ടാണ് ഭാവിക്കുക. പലപ്പോഴല്ല, എല്ലായ്പ്പോഴും ദോഷമായിട്ട് തന്നെയാണ് ഭാവിക്കുക. ഇവിടെ ആ ഡയറ്റിലായിരുന്ന സ്ത്രീ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചതിൽ പരിതപിച്ചതിന് ശേഷം ആ വേദനയിലും ആ നെഗറ്റീവ് ഇമോഷനും കൂടി ആ നെഗറ്റീവ് ഇമോഷൻ ഒഴിവാക്കാനായിട്ട് ചെയ്ത ബിഹേവിയറാണ് ആ മേടിച്ചിരുന്ന ക്വാർട്ടർ ഐസ്ക്രീമിൻ്റെ ഡബ്ബ മൊത്തം കാലിയാക്കി. ഇനി 10ാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് പേഴ്സണലൈസേഷൻ. വ്യക്തിപരമായി എടുക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ? അതാണ് സംഭവം. ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് നമുക്കുണ്ടാകുന്ന പല കുറ്റബോധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു നെഗറ്റീവ് ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകതയില്ല, അല്ലെങ്കിൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിനില്ല. എന്നാലും നമ്മൾ ആ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇത്തരത്തിലെടുക്കുന്ന മൂലം നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള വളരെയധികം നമ്മളെ തന്നെ സംബന്ധിച്ച് നമ്മൾ ദുഃഖിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുക ചെയ്യാം. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് അമ്മയ്ക്ക് കിട്ടുക. അമ്മ ആ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ കുട്ടിക്ക് മാർക്ക് വളരെ കുറവാണ്. അതിനുശേഷം അമ്മ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് തോൽവിയായിട്ടുള്ള അമ്മയാണ്, എൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കാൻ ഒന്നിനും എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ പൂർണ്ണ പരാജയമാണ് എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയെന്ന രീതിയിൽ. ഇത്തരത്തിലുള്ള ചിന്താഗതി. അല്ലെങ്കിൽ ഞാനൊരു തെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ ഞാൻ തെറാപ്പിസ്റ്റായിട്ടുള്ള ഞാൻ പേഷ്യൻറ്റിന്, എനിക്ക് വരുന്ന ക്ലയൻസിന് ഞാൻ ഹോംവർക്ക് കൊടുക്കുന്നു. ഒരു ക്ലയൻറ്റ് ഹോംവർക്ക് ചെയ്യാതെ വരികയാണ്. ആ ഹോംവർക്ക് ചെയ്യാതെ വന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ചിന്തിക്കുക, ഞാൻ എൻ്റെ തോൽവിയായിട്ടുള്ള തെറാപ്പിസ്റ്റാണ്. അവർ പേഷ്യൻ്റ് ഹോംവർക്ക് ചെയ്തില്ല, ഞാൻ പൂർണ്ണ പരാജയമാണ്, എൻ്റെ തെറാപ്പി ഇഫക്റ്റീവ് അല്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ ചിന്തിച്ചാലോ എന്താ സംഭവിക്കുക? ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സാഹചര്യത്തിൽ ചുറ്റുപാട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. നമ്മളുടെ ചുമലിൽ മൊത്തം ഈ ലോകത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും നമ്മളങ്ങ് വഹിക്കുക ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യ മനോഭാവത്തോടു കൂടി ഉള്ളതാണോ? ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസിൻ്റെ ഇടത്ത് കൺട്രോളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. പലരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനേ സാധിക്കുക, കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ആ അമ്മയ്ക്ക് സ്വന്തം കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനേ സാധിക്കുള്ളൂ. അതായത് പഠിക്കാനായിട്ട് ഇരുത്താനും പഠിക്കാനായിട്ട് നല്ല മാർഗ്ഗദർശനങ്ങൾ കൊടുക്കാനേ സാധിക്കുള്ളൂ. അത് പൂർണ്ണമായിട്ട് യന്ത്രം പോലെ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതേ രീതിയിൽ തെറാപ്പിസ്റ്റായിട്ടുള്ള എനിക്ക് ഒരു പേഷ്യൻറ്റിന് ഹോംവർക്ക് കൊടുക്കാം, ആ പേഷ്യൻറ്റിനെ ഉചിതമായിട്ടുള്ള രീതിയിൽ എത്തിച്ചേരാനായിട്ട് നയിക്കാൻ സാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആ ഇൻഫ്ലുവൻസിലൂടെ ആ പേഷ്യൻ്റ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് മറ്റ് പേഷ്യൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹോംവർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു പേഷ്യൻ്റ് ഹോംവർക്ക് ചെയ്തില്ല എന്ന രീതിയിൽ ഞാൻ അത് എൻ്റെ വലിയ തെറ്റിദ്ധാരണയാണ്, എൻ്റെ വലിയ കുറവാണ് എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക. കൺട്രോൾ അല്ല വേണ്ടേ, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കൺട്രോൾ ചെയ്യാനായിട്ട് നാം ഇടപെടുന്ന കാര്യങ്ങളൊന്നും മെഷീനല്ല. അതുകൊണ്ട് നിങ്ങളൊരു മെക്കാനിക്കോ ടീച്ചറോ കൗൺസിലറോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇടപഴകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ഐഡിയകൾ കൊണ്ട്, നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് ഇനി അവർ മാറുക, അവർക്ക് മാറ്റമുണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ അത് നിങ്ങളുടേതല്ല, അത് അവരുടേതാണ്, അവരുടെ പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്.